ഫോം 8821, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു ഫോം 2848 കുറിച്ച്. അതിനകത്ത് പറയുന്നത് പവർ ഓഫ് അറ്റോർണി ഫുള്ളായിട്ട് കൊടുക്കുന്നതാണ്. ദാറ്റ് മീൻസ് ഒരു ക്ലയന്റിന്റെ ടാക്സ് റിലേറ്റഡ് കാര്യങ്ങൾക്ക് മാത്രമല്ല, അവരുടെ പേഴ്സണൽ ആയിക്കോട്ടെ, ഇൻകം, അസറ്റ്, ഫിനാൻസ്, അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ടാക്സ് പ്രിപ്പയർ എന്ന നിലയ്ക്ക് നമുക്ക് അക്സസിബിലിറ്റി ഉണ്ടാകും. അതാണ് 2848. 8821 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളി ടാക്സ് റിലേറ്റഡ് കാര്യങ്ങൾക്ക് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസ് നമുക്ക് ഒരിക്കലും അക്സസിബിൾ ആയിരിക്കില്ല. ഉള്ളി ടാക്സ് റിലേറ്റഡ് ഇൻഫർമേഷൻസ് മാത്രമേ നമുക്ക് 8821 ഫയൽ ചെയ്ത ടാക്സ് റിലേറ്റഡ് കാര്യങ്ങൾ മാത്രമേ ഫയൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതാണ് ഡിഫറൻസ്. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ 2848ഉം 8821ഉം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2848 ഒരു ടാക്സ് പേയറിന്റെ A to Z കാര്യങ്ങളിൽ അക്സസിബിലിറ്റി ഉണ്ടാവും. പക്ഷേ 8821 കോൺഫിഡൻഷ്യൽ കാര്യങ്ങളിലില്ല. ഒള്ളി ടാക്സ് റിലേറ്റഡ് കാര്യങ്ങൾ മാത്രമേ അക്സസിബിലിറ്റി ഉണ്ടാവുള്ളൂ. അതാണ് മെയിൻ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 8821 does not authorize the appointee to advocate taxpayers' position with respect to federal tax law, to execute waivers, consents, or closing agreements, or to otherwise represent the taxpayer before the ERS. Form 8821 is issued to obtain taxpayer information. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഒരു പോയിന്റ്. Form 8821 is used to obtain taxpayer information. അതായത് ടാക്സ് പെയർ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനും ഉള്ള അക്സസിബിലിറ്റി മാത്രമേ ഫോം 8821 തരുന്നുള്ളൂ. ഇനി നമുക്ക് ഫുൾ ഇൻഫർമേഷൻസ് വേണമെങ്കിൽ അത് നമ്മൾ പ്രത്യേകം ഫോം ഫയൽ ചെയ്ത് കൊടുക്കണം. ഏതാണ് ആ ഫോം? 2848. 2848 പോലെ നമുക്ക് എല്ലാ ഇൻഫർമേഷൻസും 8821 കിട്ടൂല. ഇനി ദി റിപ്രസെന്റേറ്റീവ് നെയിംഡ് അണ്ടർ എ POA. POA എന്ന് പറഞ്ഞാൽ പവർ ഓഫ് അറ്റോർണിയുടെ ഷോർട്ട് ഫോം ആണ്. POA is not permitted to sign a taxpayer's personal income tax return rules. Yes, അതായത് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് ടാക്സ് പേയറിനെ റിപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരിക്കലും ഒരു EAക്ക് ടാക്സ് പ്രിപ്പയറിന് സൈൻ ചെയ്യാൻ പറ്റില്ല. സൈൻ ചെയ്യേണ്ടത് ആരാണ്? ടാക്സ് പേയർ തന്നെയാണ് സൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ കവർ ചെയ്തത് 8821 എന്ന് പറഞ്ഞാൽ ടാക്സ് ഇൻഫർമേഷൻ മാത്രമേ ഗ്യാദർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെന്ന് പറഞ്ഞത് ഒരിക്കലും ഒരു ടാക്സ് പ്രിപ്പയർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ടാക്സ് പേയറിന്റെ സൈൻ ഇടാൻ പറ്റില്ല. നമ്മൾ കട്ട് ഓഫ് ഡേറ്റ് പറഞ്ഞല്ലോ April 15. ആ April 15 ടാക്സ് റിട്ടേൺ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഡ്യൂലി സൈൻഡും ഡേറ്റഡും ആയിരിക്കണം. പിന്നെ നമ്മുടെ പേരും വേണം. ഇത് മൂന്നും വേണം. ഇത് മൂന്നും ചെയ്യേണ്ടത് ആ ടാക്സ് പേയർ ആണ്, ഒരിക്കലും ഒരു ടാക്സ് പ്രിപ്പയറർ അല്ല. ഇനിയൊരു ചില പ്രത്യേക സിറ്റുവേഷൻസ് വരാം. അപ്പോൾ ടാക്സ് പേയർക്ക് റിപ്രസെന്റേറ്റീവിനെ വെക്കാം സൈൻ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോഴും നമുക്ക്, അതായത് ഒരു EA സംബന്ധിച്ചിടത്തോളം EAക്ക് ഒരിക്കലും അവരുടെ സൈൻ ഇടാൻ പറ്റില്ല. പക്ഷെ ഒരു റിപ്രസെന്റേറ്റീവിന് സൈൻ ചെയ്യാം. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ്? ഡിസീസ് ഓർ ഇഞ്ചുറി, അവർക്ക് എന്തെങ്കിലും അസുഖമോ ആക്സിഡന്റോ ഇഞ്ചുറിയോ ഒക്കെ വന്ന് കിടക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ആണെങ്കിൽ ഈ ടാക്സ് പേയർ പറയുന്ന റിപ്രസെന്റേറ്റീവിന്, അത് അവരുടെ ഫ്രണ്ട്സ് ആവാം, ബ്ലഡ് റിലേഷൻ ആവാം, ആരും ആവാം. പക്ഷെ ഒരിക്കലും ഒരു EAയോ CPO ഒന്നും ആവില്ല. പകരം അവരുടെ ബ്ലഡ് റിലേഷനോ അവർക്ക് പരിചയത്തിലുള്ള ആരോ ആയിരിക്കും എന്ത് ചെയ്യുക, സൈൻ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആബ്സെൻസ് ഫ്രം ദി US നിന്നും കണ്ടിന്യൂസ് ആയിട്ട് ആബ്സെന്റ് ആയിരിക്കുക. ദാറ്റ് മീൻസ് ഇപ്പോൾ അവരെന്തെങ്കിലും ജോലി ആവശ്യത്തിന് പോവുകയോ എമർജൻസി ആവശ്യത്തിന് പോവുകയോ, അപ്പം April 15 ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് അവരവിടെ അവൈലബിൾ അല്ലാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അവർക്ക് പകരം അവർ നിർദ്ദേശിക്കുന്ന, ടാക്സ് പേയർ നിർദ്ദേശിക്കുന്ന റിപ്രസെന്റേറ്റീവിന് സൈൻ ചെയ്യാം. Third situation, other good cause if specific permission is required and granted by the district director. അതായത് ഡിസ്ട്രിക്ട് ഡയറക്ടർ പറയുന്ന അല്ലെങ്കിൽ പെർമിഷൻ കൊടുത്തിട്ടുള്ള, ഗ്രാൻഡ് ചെയ്തിട്ടുള്ള ചില സ്പെഷ്യൽ കേസസ് ഉണ്ടാവും. ഓക്കെ, ഓരോ സ്റ്റേറ്റിലെയും ചില സ്പെഷ്യൽ കേസസ് ഉണ്ടാവും. അതനുസരിച്ചിട്ട് വരുന്ന എന്തെങ്കിലും സിറ്റുവേഷൻസ് ആണെങ്കിൽ അവിടെയും ഒരു റിപ്രസെന്റേറ്റീവിന് സൈൻ ചെയ്യാം. ഈ 3 സിറ്റുവേഷൻസിലല്ലാതെ വേറെ ഒരു സിറ്റുവേഷൻസിലും ടാക്സ് പേയറുടെ സൈൻ ആർക്കും ഇടാൻ പറ്റില്ല. അതാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. Fourth one, if a taxpayer wants his or her representative to receive a refund check on his or her behalf, the taxpayer must specifically authorize this in his or her POA. However, if the taxpayer's representative is an income tax return preparer, he or she cannot
be authorized, endorse, or otherwise cash the taxpayer's check related to income taxes. അതായത് ഇപ്പോൾ റീഫണ്ട് കിട്ടുന്ന സിറ്റുവേഷൻസ് വരാം. നമ്മൾ ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോഴത്തേക്കും റീഫണ്ട് വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. അങ്ങനെ അതിനാണ് നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പം ഫോമിനകത്ത് ഫോം 1040 നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഫോം 1040, 8821, 2848 ഇതിൻ്റെ മോഡൽസ് കാണിച്ചു തരാം. സോ ഈ 3 ഫോംസിലും ഫോം 1040 ആണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഈ 1040നകത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ റീഫണ്ട് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും. ഓക്കെ, ചില പർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ റീഫണ്ട് കിട്ടുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്കാണ് പൈസ വരിക. സോ അതിന് വേണ്ടിയിട്ടാണ് IRS എന്ത് ചോദിക്കുന്നത്, ബാങ്ക് അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നത്. ഓക്കെ, സോ അത് ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കാനുള്ള ഒരു കോളം ഫോം 1040 സോ അവിടെ നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കണം. ഇനിയും ഈ റീഫണ്ട് കിട്ടുന്ന എമൗണ്ട് ഒരിക്കലും ഒരു ടാക്സ് പ്രിപ്പയറർ വാങ്ങിക്കാൻ പാടുള്ളതല്ല. ഓക്കെ, ഇപ്പം ടാക്സ് പെയർ നേരത്തെ പറഞ്ഞു, ടാക്സ് പെയറിന് സൈൻ ഇടാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ അവർ റിപ്രസെൻറ്റേറ്റീവിനെ വെക്കുന്നത്. അതേ സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്യാവുന്നത്. ഓക്കെ, റിപ്രസെൻറ്റേറ്റീവിന് കളക്ട് ചെയ്യാം, പക്ഷെ ഒരിക്കലും ഒരു EAക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ടാക്സ് പ്രിപ്പയറർക്ക് ഒരിക്കലും അവരുടെ സൈൻ ഇടാനോ അവരുടെ റീഫണ്ട് എമൗണ്ട് കളക്ട് ചെയ്യാനോ അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ പോയി ഇടപെടാനോ ഒന്നും പറ്റില്ല. ഓൺലി ടാക്സ് റിട്ടേൺ പ്രിപ്പയർ ചെയ്യുക, അത് ഫയൽ ചെയ്യാൻ സഹായിക്കുക. പിന്നെ ഫ്രോഡോ പിന്നെ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചിട്ട് അത് IRSനെയും അറിയിക്കണം. അറ്റ് ദ സെയിം ടൈം അത് ക്ലയൻറ്റിനെ അറിയിക്കണം. ക്ലയൻറ്റ് ആ മിസ്റ്റേക്ക് അല്ലെങ്കിൽ റെക്ടിഫൈ ചെയ്യാൻ വില്ലിങ് അല്ല എന്നുണ്ടെങ്കിൽ IRSനെ അറിയിക്കുക. ഈ ക്ലയൻറ്റായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയുക, അവിടെ വെച്ച് അത് അവസാനിപ്പിക്കുക. ചുരുക്കം പറഞ്ഞാൽ ഇതാണ് ആക്ച്വലി വാട്ട് വോണ്ട് ടു ഡു. ഓക്കെ, സോ അതിന് നമ്മൾ സർക്കുലർ 230 അല്ലെങ്കിൽ ട്രഷറി റെഗുലേഷൻസ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് മനസ്സിലായല്ലോ. ഒരിക്കലും നമുക്ക് EAക്ക് അല്ലെങ്കിൽ ടാക്സ് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ക്ലയൻറ്റിൻ്റെ അല്ലെങ്കിൽ ടാക്സ് പേയറുടെ റീഫണ്ട് എമൗണ്ട് കളക്ട് ചെയ്യാനുള്ള അധികാരമില്ല. പകരം അവർക്കൊരു റിപ്രസെൻറ്റേറ്റീവിന് വയ്ക്കുകയാണെങ്കിൽ ആ റിപ്രസെൻറ്റേറ്റീവിന് അത് ഓൺ ബിഹാഫ് ഓഫ് ടാക്സ് പെയർ കളക്ട് ചെയ്യാം. പക്ഷെ ഒരിക്കലും ഒരു ടാക്സ് പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തിക്ക് അത് കളക്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിനകത്ത് പറയുന്നത്. Okay, fifth point. The taxpayer should file the POA with each IRS office with he or she deals. If the POA is filed for a matter currently pending before an office of the IRS, such as an examination, the taxpayer should file the POA with that office. Otherwise, the taxpayer should file it with the IRS service center where the related return was or will be filed. That means taxpayer POA, that means പവർ ഓഫ് അറ്റോർണി ഫയൽ ചെയ്യേണ്ടത് റെസ്പെക്റ്റീവ് IRS ഓഫീസസിലാണ്. ഓക്കെ, ഓരോ സ്ഥലത്തും റെസ്പെക്റ്റീവ് IRS ഓഫീസ് ഉണ്ടാവും. സോ അവിടെയാണ് ഫയൽ ചെയ്യേണ്ടത്. ഇപ്പോൾ ഓഫീസിൽ ഫയൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഫയൽ ചെയ്യേണ്ട എവിടെയാണ്? IRS സർവീസ് സെൻറ്റേഴ്സിൽ. സോ എവിടെയായിരുന്നാൽ പോലും POA ഫയൽ ചെയ്യണം. ഒന്നില്ലെങ്കിൽ 2848 ഫയൽ ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ 8821 ഫയൽ ചെയ്യുക. 2848 ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഇൻഫർമേഷൻസിനും ഇൻക്ലൂഡിങ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസിനും അക്സസിബിലിറ്റി ഉണ്ടാകും. 8821 ആണ് ഒരു ടാക്സ് പെയർ അല്ലെങ്കിൽ ക്ലയൻറ്റ് ഫയൽ ചെയ്യുന്നതെങ്കിൽ ഓൺലി ലിമിറ്റഡ് ആക്സസ്. ഓക്കെ, എന്തായിരിക്കും? ടാക്സ് റിലേറ്റഡ് ആക്സസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നിരുന്നാൽ പോലും ഏത് ടൈപ്പ് ഓഫ് ഫോം ആയാലും POA ഫയൽ ചെയ്യേണ്ടത് റെസ്പെക്റ്റീവ് IRS ഓഫീസസിലാണ്. ഇനിയിപ്പോൾ അങ്ങനെ IRS ഓഫീസിൽ പോയി ഫയൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ IRS സർവീസ് സെൻറ്റേഴ്സിലെങ്കിലും പോയി ഫയൽ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് 6th point. The IRS has a centralized computer database called CAF that contains information on the authority of taxpayer representatives. Generally, when a taxpayer submits a POA document to the IRS, it is processed for inclusion in the CAF. Entry of a POA into the CAF enables IRS personnel who do not have a copy of a taxpayer's POA to verify the authority of a taxpayer's representative by accessing the central computer file. ഓക്കെ, അതായത് CAF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെൻട്രൽ കമ്പ്യൂട്ടറാണ് IRSന്റെ. എല്ലാ ടാക്സ് പേയേഴ്സിൻ്റെയും ഡീറ്റെയിൽസ്, ബോത്ത് പേഴ്സണൽ, കോൺഫിഡൻഷ്യൽ, ടാക്സ് റിലേറ്റഡ് എല്ലാ ഡീറ്റെയിൽസും IRS എവിടെ എൻ്റർ ചെയ്തിട്ടുണ്ടാകും? ആ ഒരു സെൻട്രലൈസ്ഡ് കമ്പ്യൂട്ടർ ഫയലിൽ എൻ്റർ ചെയ്തിട്ടുണ്ടാകും. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ടൈം നമ്മൾ എൻ്റർ ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസും IRS എവിടെ? നമ്മുടെ സെൻട്രലൈസ്ഡ് കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴത്തേക്കും
എന്താ ഈ സെൻട്രലൈസ്ഡ് കമ്പ്യൂട്ടറിലുള്ള ആ നേരത്തെ മുൻ വർഷത്തെ ഡീറ്റെയിൽസ് വെച്ച് IRS കമ്പയർ ചെയ്ത് നോക്കും. അതുകൊണ്ടാണ് ഞാൻ മുന്നേത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞത് മുൻ വർഷങ്ങളിലെ കോപ്പി വെച്ച് കമ്പയർ ചെയ്തിട്ട് വേണം എന്ത് പ്രിപ്പയർ ചെയ്യാനായിട്ട്, ഇൻകം ടാക്സ് റിട്ടേൺ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ IRS ഓഡിറ്റ് നടത്തുമ്പോൾ ഫ്രോഡ് കണ്ടുപിടിച്ചാൽ ബോത്ത് ടാക്സ് പേയർക്കും ഒരു EAക്കും എന്തായിരിക്കും പണി കിട്ടും, പെനാൽറ്റി കിട്ടും, ഇംപ്രിസൺമെന്റ് കിട്ടും എന്ന് പറഞ്ഞത്. IRS എങ്ങനെ ഓഡിറ്റ് കണ്ടുപിടിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള എല്ലാ ഡീറ്റെയിൽസും അവരുടെ സെൻട്രലൈസ്ഡ് കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്തിട്ടുണ്ടാവും, ഓൾറെഡി എൻ്റർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ രണ്ടാമത്തെ വർഷവും ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ഓക്കെ അന്നത്തെ പേപ്പറൊന്നും അവരുടെ ഇൻഫർമേഷൻ ഉണ്ടാവില്ലല്ലോ, ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞില്ലേ, നമുക്ക് ഇനി ചിലപ്പോൾ കുറച്ച് ഫ്രോഡ് പണിയൊക്കെ നടത്താം, കുറച്ച് ഡീറ്റെയിൽസ് എക്സ്ട്രാ ആഡ് ചെയ്യാം, കുറച്ച് ഇൻകം കൂട്ടി കൊടുക്കാം. അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. നമ്മുടെ ഇൻഫർമേഷൻസ് എല്ലാം ഓൾറെഡി അവരുടെ സെൻട്രലൈസ്ഡ് കമ്പ്യൂട്ടർ ഫയലിൽ സ്റ്റോർഡ് ആണ്. ആ ഇൻഫർമേഷൻസ് ഓഡിറ്റ് ചെയ്തിട്ട് ഈ നമ്മൾ ഈ വർഷം സബ്മിറ്റ് ചെയ്തതുമായി കമ്പയർ ചെയ്ത് IRS ഇപ്പം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര പെനാൽറ്റി ഇടയാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നമുക്ക് മുൻകാലങ്ങളിലെ ടാക്സ് പെയറിനോട് ഇപ്പം നമ്മൾ ചോദിക്കുകയാണ് മുൻ വർഷത്തെ കോപ്പി, ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത കോപ്പി തരാൻ പറയുമ്പോൾ അവർ പറയും അവരുടെ ഇല്ല, മിസ്സായെന്നൊക്കെ പറയും. ഓക്കെ, അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് IRSനോട് ചോദിക്കാം, IRSന്റെ കയ്യിലുണ്ടാവും. കാരണം IRS എല്ലാ ഇൻഫർമേഷൻസും കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിൽ നിന്ന് നമുക്ക് IRS എടുത്തു തരും ഇൻഫർമേഷൻസ്. ഓക്കെ, അതുകൊണ്ട് ഒരിക്കലും IRSനൊന്നും അറിയില്ല എന്ന് വിചാരിക്കരുത്. കാരണം നമ്മൾ ആദ്യമായി ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് അതിലുള്ള എല്ലാ ഇൻഫർമേഷൻസും എല്ലാം, അതായത് കോൺഫിഡൻഷ്യൽ ആയിക്കോട്ടെ, ടാക്സ് ആയിക്കോട്ടെ, എക്സ്പെൻസ് റിലേറ്റഡ്, ഇൻകം റിലേറ്റഡ്, ഫിനാൻസ് റിലേറ്റഡ് എന്തോ ആയിക്കോട്ടെ, എല്ലാ ഇൻഫർമേഷൻസും IRS അപ്പം എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. സോ പിൻകാലങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഫയൽ റിട്ടേൺ ഇവർ ഓഡിറ്റ് ചെയ്യും. ഓഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും കമ്പയർ ചെയ്യും, ഓരോ വർഷത്തെയും തമ്മിൽ കമ്പയർ ചെയ്യും. അങ്ങനെ കമ്പയർ ചെയ്തുമ്പോൾ മിസ്റ്റേക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ സ്മൂത്ത് ആയിട്ട് പൊക്കോളും. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ടാക്സ് പേയർക്കും ടാക്സ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കും ഒരുപോലെ പെനാൽറ്റി, ഇംപ്രിസൺമെന്റ് വരുന്ന കേസാണ്. അതാണ് പറയുന്നത്. CAP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സെൻട്രലൈസ്ഡ് കമ്പ്യൂട്ടർ ഫയലാണ്. അതിനകത്താണ് എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡിങ് ദിസ് POI, പവർ ഓഫ് അറ്റോർണി ഫയൽ ചെയ്യുന്നത് പോലും അവർ അതിനകത്ത് എൻ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ.